ഹായ് ഫ്രണ്ട്സ്, ഷീ ഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. ഇന്ന് ഞാൻ നിൽക്കുന്നത് വലപ്പാട് തിരുവഴഞ്ചേരി ക്ഷേത്രത്തിനടുത്ത് പട്ടാലി ഡോളി റിനോന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ അതിമനോഹരമായ ഒരു മട്ടുപ്പാവ് കൃഷിയാണ് നടത്തിയിരിക്കുന്നത് ഡോളി. ഒരുപാട് വർഷങ്ങളൊക്കെ ആയിട്ട് ഇത് തുടങ്ങിയിട്ട് നല്ല രീതിയിൽ ശീതകാല പച്ചക്കറി, അത് കഴിഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ എല്ലാ കൃഷികളും ഈ മട്ടുപ്പാവിൽ നടത്തി വരുന്നുണ്ട്. നമുക്ക് ഈ വീട്ടമ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ഞാൻ പറഞ്ഞ ഡോളി. നല്ല ഒന്നാന്തരം ഒരു കർഷകയാണ്. വീട്ടിൽ ഇനി മൊമന്റോ വെക്കാനൊന്നും സ്ഥലമില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. വേറൊരു ഷെൽഫ് ഇനി പണിയേണ്ടി വരും, അത്രയ്ക്കധികം മൊമന്റോകളായി ഈ കൃഷി രംഗത്തിൽ നിന്ന് വാരിക്കൂട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡോളിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. ഡോളി, നമസ്കാരം. നമസ്കാരം. എത്ര വർഷമായി നമ്മുടെ ഈ പച്ചക്കറി മട്ടുപ്പാവ് കൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്? ഇവിടെ തുടങ്ങിയിട്ട് ഒരു 15 വർഷമായി. 15 വർഷത്തോളം ഇപ്പോ ഈ എല്ലാ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കൃഷികൾ മാറ്റി എല്ലാം ചെയ്യാറുണ്ട്. 20 വർഷമായി തുടങ്ങിയിട്ട്. ഇതിലിപ്പോ പുതിയ വീട് പണിത പിന്നെ 15 വർഷമായി. അപ്പൊ ഈ കൃഷിയോടുള്ള ഒരു താല്പര്യം അത് എത്ര നാള് മുതലുണ്ട്? ചെറുപ്പത്തിലെ മുതലുണ്ട്. കുട്ടിക്കാലം മുതലേ കൃഷിയിലെ താല്പര്യമാണ് നമ്മുടെ ഡോളി. ഇപ്പൊ വീട്ടില് അച്ഛൻ, അമ്മ അങ്ങനെ പാരമ്പര്യമായിട്ട് എങ്കിലും കൃഷി അച്ഛമ്മ കൃഷി ചെയ്യുമ്പോള് അച്ഛന്മാരെ പിന്നാലെ നടന്നത് ഓർമ്മയുണ്ട് എനിക്ക്. അപ്പൊ അച്ഛമ്മ ആ കാലത്തേക്കും ചേമ്പ്, ചേന, മുളക്, തക്കാളി, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങള് ആ കാലത്ത് അങ്ങനെയായിരുന്നല്ലോ, മത്തൻ, കുമ്പളം. അപ്പൊ അത് അച്ഛമ്മ ഇങ്ങനെ ഓരോ ഭാഗത്ത് പണിക്കാരനായിട്ട് ചെയ്യിപ്പിക്കുമ്പോ ഞാൻ പിന്നാലെ ഇതൊക്കെ ഇത് എവിടെ ഇടണ്ട അച്ഛമ്മ, എവിടെ ഇടണ്ട അച്ഛമ്മ ഇപ്പോഴും എന്റെ മൈൻഡിലുണ്ട്. അപ്പൊ ആ കഴിവ് തന്നെ എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരു 20 വർഷമായിട്ട് നമ്മൾ അതിനൊന്ന് ഡെവലപ്പ് ചെയ്ത് ഓരോ പ്രാവശ്യം ചെല്ലുന്നോറും കൂട്ടി വന്നു. അപ്പൊ ഫുൾ എക്സ്പീരിയൻസ് ആയി, നല്ലൊരു മികച്ച കർഷകയായി അല്ലേ? അതെ. എല്ലാ കൃഷിയും ചെയ്യാനുള്ള തോന്നുന്നു നമുക്ക് മനസ്സേ ചെയ്യണം എന്ന് തോന്നല്ലേ. ഇപ്പോ ഒരു ദിവസത്തില് 24 മണിക്കൂർ തികയുന്നില്ല എന്നാണ് 24 മണിക്കൂർ കൊണ്ട് 26 മണിക്കൂർ ആക്കണം എന്നാണ് ആലോചന പുള്ളിക്കാരത്തിക്ക്. അപ്പോഴേ ഈ കോളിഫ്ലവർ, എത്ര കോളിഫ്ലവർ മൊത്തത്തിൽ വെച്ചിട്ടുണ്ടാവും? 300 കോളിഫ്ലവർ മേടിച്ചു. അതിൽ കുറച്ചൊക്കെ ചീഞ്ഞു പോയി. നമ്മുടെ കാലാവസ്ഥ നമുക്ക് ഇപ്പോഴത്തെ കൃഷിക്ക് കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ലായിരുന്നു. അപ്പൊ അതില് യൂണിവേഴ്സിറ്റിയിലൊക്കെ കോളിഫ്ലവർ ഒന്നും ഫ്ലവർ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും എല്ലാവരുടെ അവസ്ഥ, എന്റെ അടക്കം അത് തന്നെയാണ്. കുഞ്ഞ് ഫ്ലവർ ഒന്നും ഇത്ര തന്നെ ആയിട്ടില്ല ശരിക്കും പറയണെങ്കിൽ. എന്റെ ഒരു 100 കോളിഫ്ലവർ ഞാൻ വെച്ചായിരുന്നു, പക്ഷെ ചെറിയ ഫ്ലവറുകളാണ് വന്നത്. ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. അവിടെ അപ്പൊ നമ്മുടെ അതെ, തീരെ മഞ്ഞിട്ടായിരുന്നില്ല, അപ്പൊ ചൂട് കൂടുതൽ. അപ്പൊ ഇത്രയും കോളിഫ്ലവർ വെച്ചു. കാബേജും അത്ര തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ കാബേജ്, കോളിഫ്ലവർ, പിന്നെ മുളക്, വെണ്ട, തക്കാളി, വഴുതന, ഇതാണ് ഇപ്പൊ ചെയ്തിട്ടുള്ള കൃഷി ഇവിടെ. ഇപ്പൊ ഓൾമോസ്റ്റ് വിളവെടുപ്പ്. ഇന്നിപ്പോ ആരാ വരുന്ന? മഞ്ജു വാര്യരുടെ അമ്മ ഗിരിജേച്ചി. മഞ്ജു വാര്യരുടെ അമ്മ ഇന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അവരും കൂടി വന്നിട്ടേ ഞാൻ ഇന്ന് എന്തായാലും പോകുന്നുള്ളൂ ഇവിടുന്ന്. നമുക്കിനി ഇതിലെ പോട്ടിംഗ് മിശ്രം നിറയ്ക്കുന്ന രീതി, കാരണം 20 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഡോളി റിനോ. അപ്പൊ പുള്ളിക്കാരി ഇത്രയും വർഷങ്ങളായിട്ട് ഇത്ര മികച്ച വിളവ് കിട്ടുന്നുണ്ട് ഈ കൃഷിയിൽ നിന്ന്. ശീതകാല പച്ചക്കറി ആയാലും ഇനി ഇത് കഴിഞ്ഞിട്ട് മഴക്കാല കൃഷി ആയാലും നല്ല വിളവ് ഈ മട്ടുപ്പാവ് കൃഷിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും അവർക്കുണ്ടാവും. അപ്പൊ നമുക്കതൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഈ കോളിഫ്ലവർ ആയാലും കാബേജ് ആയാലും മറ്റ് പച്ചക്കറി കൃഷി ആയാലും ഈ ഗ്രോ ബാഗിലെ പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കുന്ന രീതി? ഡോളിയുടെ ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത്, അതൊന്ന് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഞാൻ പ്രോട്ടീൻ മിശ്രിതം ചെയ്യുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മണ്ണ് ഒരു കുമ്മ ഇട്ടിട്ട് എത്ര ഗ്രോ ബാഗിലേക്കാണോ മണ്ണ് ഒരുക്കുന്നത് വെച്ചാൽ അത്രയ്ക്ക് ഒരു കണക്കിനനുസരിച്ച് കുമ്മായിട്ട് മിക്സ് ചെയ്ത് വെച്ച് 7ാമത്തെ ദിവസം
അതിൽ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും കൂടി മിക്സ് ചെയ്ത് ഗ്രോ ബാഗിൽ നിറയ്ക്കും. ഉം. ആ ഗ്രോ ബാഗിന്റെ അടിയിൽ ആര്യവേപ്പില, കറിവേപ്പില, നമ്മളെ എല്ലാ ശീമക്കൊന്നല്ല അതൊക്കെ കുറച്ച് ഒരേ പിടി അത് വെച്ചിട്ട് ഉണങ്ങിയതാണോ പച്ചയാണോ? പച്ച പച്ചക്ക് അത് കഴിക്കും. വെച്ചിട്ടുണ്ടെങ്കിൽ വാടിയിട്ടുണ്ടായിരിക്കും, കാലത്ത് വെട്ടിയിട്ടിട്ട് വൈകിട്ടാണ് നിറയ്ക്കുക. അപ്പൊ ഇതൊക്കെ വാടിയിട്ടുണ്ടാവും. അപ്പൊ ഒരേ പിടി ഗ്രോ ബാഗിൽ വെച്ചിട്ടാണ് ഈ മണ്ണ് ഇതിൽ നിറയ്ക്കുന്നത്. അതിന് ശേഷമാണ് 2 ദിവസം കഴിഞ്ഞിട്ട് തൈ നടാം. അപ്പൊ ഈ 2 ദിവസം എല്ലാം നിറച്ച് വെച്ച് വെള്ളം ഒഴിച്ചു വെക്കും ഇല്ലേ? 2 ദിവസം വെള്ളം നനയ്ക്കും. 3ാമത്തെ ദിവസമാണ് തൈകള് നടുന്നത്. അപ്പൊ മണ്ണിനെ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. മണ്ണിനെ ട്രീറ്റ് ചെയ്തിടും. അത് കഴിഞ്ഞ് ഗ്രോ ബാഗിൽ 7 ദിവസം കഴിഞ്ഞ് ഗ്രോ ബാഗിൽ നിറയ്ക്കും. ആ നിറയ്ക്കുമ്പോൾ വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, പിന്നെ പച്ചിലകളൊക്കെ ആയിട്ടുള്ള ഇലകളൊക്കെ അടിയിൽ കൊടുക്കും. അതിനുശേഷം 2 ദിവസം നനച്ചിട്ട് 3ാമത്തെ ദിവസം തൈകൾ നടും. ഇത്രയാണ് പരിപാടി. ഇത് ഈ മട്ടുപ്പാവ് കൃഷി കാണാനൊക്കെ ഒത്തിരി ആൾക്കാർ ഇവിടെ വരാറുണ്ടോ? വരാറുണ്ട്. ഉണ്ട് അല്ലെ? പഞ്ചായത്തിന്റെ അവിടുന്ന്, പിന്നെ ഞങ്ങള് ഓരോ ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ വന്ന് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയാ. അപ്പൊ ഇത് കാണുമ്പോ ഞങ്ങക്ക് കൃഷി ചെയ്യാനുള്ള ഒരു പ്രചോദനം, മോട്ടിവേഷൻ. അതെ, അവരുടെ കാണുമ്പോ എങ്ങനെ ഇത് ഡോളി തന്നെ ചെയ്യുന്നു ചോദിക്കും. നമ്മുടെ ഇൻസ്പിറേഷനിൽ മറ്റുള്ളവരും കൃഷി ചെയ്യുന്നില്ലേ? കൃഷി രംഗത്ത് എന്നോട് വന്ന് ചോദിച്ചു. അതുപോലെ വിത്തും തൈകളായാലും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. അത്രയും താല്പര്യമുള്ളവർക്ക് എത്തിച്ചു കൊടുക്കും. അതൊരു നല്ല കാര്യമാണ്. വിത്തുകളൊക്കെ നമ്മൾ കൊടുത്ത് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക. അത് അവര് വിളവെടുത്ത് നമുക്കൊന്ന് ഫോട്ടോ ഒക്കെ അയച്ചു തരുമ്പോഴും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ? അവര് ചോദിക്കും, ഈ കൃഷി ചെയ്യുന്ന രീതി ചോദിച്ചറിയും. അപ്പൊ അങ്ങനെ. ഇത് ഏത് കൃഷിഭവനാണ്? വലപ്പാട് പഞ്ചായത്ത് വലപ്പാട് കൃഷിഭവനാണ്. ഇവിടെ കൃഷി ഓഫീസറൊക്കെ ഇവിടെ നമ്മുടെ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഡൗട്ട്സുകളൊക്കെ അവര് ക്ലിയർ ചെയ്ത് തരാറുണ്ട്. അവരുടെ നിർദ്ദേശങ്ങളൊക്കെ കിട്ടാറുണ്ടോ? അതും കിട്ടാറുണ്ട്. ഇനി നമ്മള് ഇപ്പൊ പോട്ടി മിശ്രിതം നിറച്ചു ചെടി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ലിക്വിഡ് വളങ്ങളാണല്ലോ കൊടുക്കുക. അത് എങ്ങനെയൊക്കെയാണ് അതിന്റെ വളപ്രയോഗങ്ങള്? നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വളങ്ങളുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കാവോ? അത് വേപ്പും പിണ്ണാക്കും കപ്പലിന്റെ പിണ്ണാക്കും സമടുത്ത് നമ്മളെ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തില് ഇട്ട് വെച്ച് 3ാമത്തെ ദിവസം അത് ഇരട്ടിച്ച് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. അപ്പൊ അതിൽ ചാണകം ചേർക്കില്ലേ? ചാണകപ്പൊടി അതിന് മുന്നിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പച്ച ചാണകം ചേർക്കില്ല? ഇല്ല, കിട്ടാൻ വഴിയില്ല. കിട്ടാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. പിന്നെ പശുമൂത്രം ഒരു കൂട്ടര് കൊണ്ടുതരും. അതൊരു കുപ്പി, 1 ലിറ്ററിന്റെ കുപ്പിക്ക് അത് 10 കുപ്പി കൊണ്ടുവന്നാൽ 100 രൂപ കൊടുക്കും. അപ്പൊ അത് ഇരട്ടിച്ച് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഞാനൊക്കെ, എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞാല് എനിക്ക് അതിശയം തോന്നുക. ഞാനൊക്കെ ഡ്രം കണക്കിനാണ് ഗോമൂത്രം കൊണ്ടുവരിക. ഒരു പൈസയും കൊടുക്കണ്ട. പൈസ കൊടുക്കും. നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കിയ പൈസ കൊടുത്തിട്ടാണ് ഗോമൂത്രം വാങ്ങിച്ച് കൊണ്ടുവന്ന് കൃഷിയൊക്കെ നടത്തുന്നത്. അപ്പൊ കൃഷിയോടുള്ള ഒരു പാഷൻ അതാണ്. മുളകിനൊക്കെ അത് ഒഴിച്ചു കൊടുത്താൽ നല്ലതാ. അപ്പൊ ചാണകപ്പൊടി അധികം ചേർക്കാറില്ല. എല്ലുപൊടി, വേപ്പും പിണ്ണാക്കും പച്ച ചാണാണ് കിട്ടാത്തത്. ചാണകപ്പൊടി നമ്മ മിക്സ് ചെയ്ത് കൂട്ടിയല്ലോ. പിന്നെ ഈ വേപ്പും പിണ്ണാക്കും കപ്പലിന്റെ പിണ്ണാക്കും 10 ദിവസം കൂടുമ്പോ അത് കഞ്ഞിവെള്ളത്തിൽ പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. കഞ്ഞിവെള്ളം കൂടി വെച്ച് എത്ര ദിവസം വെക്കും? 3 ദിവസം നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒരു കപ്പ് എടുത്ത് 9 കപ്പോ എത്ര കപ്പോ വെള്ളം ചേർക്കുക? അത് ആദ്യം ഇരട്ടിച്ച് പിന്നെ വല്ലാണ്ട് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. ചൂട് കൂടുതലുള്ള സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കഞ്ഞിവെള്ളം കുറെ വെള്ളം അതിൽ ആഡ് ചെയ്യും, ഒഴിക്കും. പിന്നെ നല്ല ഇവിടെ ഭയങ്കര ചൂടല്ലേ, അപ്പൊ ഐസും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇതിനൊക്കെ ഐസും വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. കോളിഫ്ലവറിന് നല്ല തണുപ്പുള്ള കാലാവസ്ഥയിൽ ഉണ്ടാകുന്നതാണ്. അതാണ് നമ്മൾ പറയുന്നത് ശീതകാല പച്ചക്കറി കൃഷി എന്നൊക്കെ. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് മഞ്ഞില്ലായിട്ടില്ല. അപ്പൊ അതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ നമുക്ക് കൂടുതൽ മികച്ച വിളവ്, പ്രതീക്ഷിച്ച വിളവ് കിട്ടാതിരിക്കുന്നത്. എന്നാലും ഐസ് ക്യൂബൊക്കെ മുകളിൽ വെച്ച് കൊടുത്താല് കോളിഫ്ലവർ, ഏത് വിരിയാത്ത കോളിഫ്ലവറും ഡെയിലി നമ്മൾ ഐസ് ക്യൂബ് മുകളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഉണ്ടാവും, ഫ്ലവർ ഉണ്ടാവും. അടിയിൽ അതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയും ഐസും വെള്ളം ഒഴിച്ചു കൊടുക്കും. ഐസും വെള്ളം നമ്മൾ തെളിച്ച് വൈകിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു തണുപ്പ്, നമ്മള് ആർട്ടിഫിഷ്യൽ ആയിട്ട് തണുപ്പ് ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ ഡോളിക്ക് നിർബന്ധം ഞാന് ഈ കോളിഫ്ലവറും ക്യാബേജൊക്കെ ഒന്ന് വിളവെടുക്കണം എന്ന്. അപ്പൊ ആ നിർബന്ധ പ്രകാരം ഇവിടെ ഒരു വിളവെടുപ്പ് കൂടി നടത്താൻ പോവുകയാണ്. കോളിഫ്ലവർ തന്നെ വിളവെടുക്കാൻ അത് വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനെ കോളിഫ്ലവർ വിളവെടുത്തു. ഞാൻ വീട്ടിൽ കൊണ്ടുപോയില്ല. എൻ്റെ വീട്ടിൽ കോളിഫ്ലവർ ഉണ്ട്, അത് കാരണം ഞാൻ കൊണ്ടുപോകുന്നില്ല. കണ്ടാ, അപ്പൊ ഒരു കോളിഫ്ലവറിന്റെ വിളവെടുപ്പാണ് കേട്ടോ ഇവിടെ നടന്നത്. അപ്പൊ ഇനി നമുക്ക് ക്യാബേജ് വിളവെടുക്കാല്ലേ?
എന്തൊരു സുഖാല്ലേ ഈ വിളവെടുപ്പ് എന്നൊക്കെ പറയുന്നത്. എന്തോരം അധ്വാനാണല്ലേ. അത് പക്ഷെ ചെറുതായാലും ഉണ്ടല്ല നല്ല തിക്കാ. അങ്ങനെ കാബേജും വിളവെടുത്തു. പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാവണ കോളിഫ്ലവറും കാബേജും, ഈ കാബേജിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നമ്മളിങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. ചോറിലല്ല, ശരിക്കും വെറുതെ ശരിയാ. കഴിക്കാനാണ്, തോരൻ ഉണ്ടാക്കി വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. ആരും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് ടേസ്റ്റ് വ്യത്യാസമാണ് കടയിൽ നിന്ന് മേടിക്കുന്നത് നമ്മൾ ഓർഗാനിക് രീതിയിൽ ഉണ്ടാക്കിയ കാബേജും. അപ്പൊ ഇതൊക്കെ കാണുമ്പോ എന്തായാലും നിങ്ങൾ കാണുന്നവർക്ക് ഇതുപോലെ ഒരു 4 കാബേജ് 4 കോളിഫ്ലവർ ഒക്കെ വെക്കാനായിട്ട് തോന്നും. വെച്ചുണ്ടാക്കി ഒന്ന് കഴിച്ചു നോക്കണം. മുരിങ്ങയാണ്, ചെടി മുരിങ്ങ. എത്ര മുരിങ്ങക്കായ ഉണ്ടായി ഇതിലേ? 16 എണ്ണം, 15 എണ്ണം പൊട്ടിച്ചു. ഒരു ചെടിച്ചട്ടിയിലാണ് കേട്ടോ ഈ മുരിങ്ങ നട്ടിട്ടുള്ളത്. ഇതുമല്ലാണ് 16 മുരിങ്ങക്കായ ഉണ്ടായി നിൽക്കണോന്ന് പറഞ്ഞത്. ഇത് മറ്റുള്ളവർക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് വിത്തിനായിട്ട് നിർത്തിയിട്ടുള്ളതാണ്. ഇതിന്ന് വിത്ത് എല്ലാവരും കൊടുത്ത് ഇതുപോലെ മട്ടുപ്പാവിലായാലും വീട്ടുപരിസരത്തായാലും മുരിങ്ങക്കായ ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഡോളിയുടെ നല്ല മനസ്സുകൊണ്ട് വിത്തിന് വേണ്ടി നിർത്തിയിരിക്കുന്ന മുരിങ്ങക്കായാണ് ഇത്. കണ്ടില്ലേ? ഇതെടുത്താ മിറാക്കിൾ. അപ്പോഴേ നമ്മള് ഏകദേശം ഡോളിയുടെ മട്ടുപ്പാവ് കൃഷിയൊക്കെ ശീതകാല പച്ചക്കറി എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുന്നേ നമ്മുടെ ഈ പ്രേക്ഷകരോട് ഡോളിക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രേക്ഷകരോട് പറയാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക. കൊച്ചു മക്കളടക്കം കൃഷി ചെയ്ത് ശീലിപ്പിക്കുക. നമ്മ ഇന്ന് കാണുന്ന പല മാരക രോഗങ്ങൾക്ക് കാരണം നാം പുറത്തുനിന്ന് മേടിച്ചു കഴിക്കുന്ന പച്ചക്കറി തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അത് മതി. അപ്പോ ഇനി അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.